ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പ്രതിദിനം 2 കോടി രൂപയുടെ ഇറച്ചിക്കോഴികളാണ് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്. അതേസമയം മറ്റു പലതിനെയും പോലെ തന്നെ കോഴി വളർത്തലിന് അനന്തമായ സാധ്യതകൾ കേരളത്തിലുണ്ട്. ഈ സാധ്യതകൾ മുതലെടുത്തുകൊണ്ട് ഈ വെല്ലുവിളി ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് ചേർത്തലക്കാരനായ രാജേഷ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് 10,000 കണക്കിൽ ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ ശേഖരിച്ച് അതിനെ 1000, 2000, 1500 ഒക്കെ വീതം പലർക്കായി വിതരണം ചെയ്യും. ഇങ്ങനെ വിതരണം ചെയ്ത് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടുന്ന ആളുകൾ ഇവയെ വളർത്തണം. വളർത്താനാവശ്യമായ തീറ്റയും കുത്തിവയ്പ്പിനാവശ്യമായ മരുന്നുകളും ഒക്കെ രാജേഷ് തന്നെ അവിടെ എത്തിക്കുമെന്ന് മാത്രമല്ല, 43-45 ദിവസം പ്രായമായ കോഴികളെ രാജേഷ് തന്നെ തിരിച്ചു വാങ്ങി ആവശ്യക്കാരുടെ അടുത്ത് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ വളർത്തുന്നയാൾക്ക് വളർത്തുന്ന ജോലി മാത്രം, മറ്റ് വ്യാപാര കാര്യങ്ങളിലേക്ക് അയാൾ കടക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള പ്രതിഫലം വളർത്തുന്ന ആൾ ലഭിക്കുകയും ചെയ്യും. ആദായകരമായ ഈ പദ്ധതി ഇപ്പോൾ ചേർത്തലയിലും മുഹമ്മ പ്രദേശത്തുമൊക്കെ ഒട്ടനവധി ആളുകൾ ചെയ്യുന്നുണ്ട്. രാജേഷിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ 8-10 സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട്. അതിലൊരു സ്ഥലമാണ് ഇന്ന് നാം കാണുന്നത്. ശ്രീ സുനിൽ കുമാർ എന്നയാളാണ് ഇവിടെ കോഴി വളർത്തുന്നത്. നമുക്ക് അയാളുടെ കോഴി വളർത്തൽ ഒന്ന് കാണാം. നമസ്കാരം രാജേഷ്. രാജേഷിൻ്റെ കട എവിടെയാണ്? കട കൂറ്റുവേലിലായിട്ട്. കോഴിത്തീറ്റ കൂറ്റുവേലിലുണ്ട്, മുട്ടത്തൂർ മാർക്കറ്റ്. ഈ ഇവർ വളർത്തുന്നതൊക്കെ രാജേഷ് സപ്ലൈ ചെയ്യുന്ന കുഞ്ഞുങ്ങളെയാണ്? ഞാൻ തന്നെ സപ്ലൈ ചെയ്യുന്നു. എൻ്റെ തീറ്റ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വാക്സിനും ഉണ്ട്. തീറ്റയും വാക്സിനും കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ കൊടുക്കും. കോഴി വലുതായി കഴിയുമ്പോൾ അതിന് നമ്മൾ തന്നെ കൊണ്ടുപോകും. അത് തൂക്കിയെടുക്കും. അപ്പോൾ ഈ വളർത്തുന്നവർക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരേ സ്ഥലത്ത് ഒരേ ചാർജ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചാർജ് എന്ന് പറയുമ്പോൾ 5 രൂപയാണ്. 5 മുതൽ 6 വരെ ഇപ്പോൾ ഉണ്ട്. 5 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ റോഡ് സൈഡാണെന്നുണ്ടെങ്കിൽ, റോഡിന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ 6 വരെയും കൊടുക്കുന്നുണ്ട്. വണ്ടി വരും, സൗകര്യത്തിനുണ്ട്. ഈ ഷെഡും ഈ തീറ്റപാത്രങ്ങളും ലിറ്ററും ഒക്കെ ഇവർ വാങ്ങിക്കണം. കോഴിയെ നിങ്ങൾ എടുത്തു കഴിയുമ്പോഴേ അത് കിടക്കണ ലിറ്റർ വളമാണല്ലോ. വളമാണ്. ആ വളം ആർക്കെടുക്കാം? വളം പാർട്ടിക്ക് അവർക്ക് തന്നെയുള്ള വളർത്തുന്നവർക്ക് അത് അവർക്കെടുക്കാം. വേറെ നിങ്ങൾക്ക് ക്ലെയിം ഒന്നും ഇല്ല അതിനകത്ത്. നമുക്ക് വേണം ആവശ്യമായി. ഇവരിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ വാരി കൊടുക്കുന്നത് 50 രൂപ വെച്ച് കൊടുക്കും ഒരു ബാഗിന്. അത് ശരി. ഒരു ബാഗിന് 50 കിലോ കണക്കാക്കി അവർ വാരി കൊടുക്കുന്നത് 50 രൂപയാണ്. അത് പിന്നെ സപ്ലൈ വരുമ്പോൾ 70 രൂപ വരെ വരുന്നുണ്ട്. അത് ശരി. അത് വിൽക്കുന്നതിന് നിങ്ങൾ സഹായം വല്ലതും ചെയ്യുമോ? പാർട്ടി ആരെങ്കിലും ചോദിച്ചു വരുന്നുണ്ട്, ഇവരെ മുട്ടിച്ചു കൊടുക്കും. അപ്പം ഞാൻ തന്നെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. എൻ്റെ വീട്ടിൽ കൃഷിയും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ 50 രൂപ വെച്ച് വാങ്ങിച്ചു. ഈ പ്രദേശത്ത് എത്ര സ്ഥലത്ത് നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾ? ഇപ്പോൾ 8 സ്ഥലം വരെയാണ്. 8 സ്ഥലത്ത്. ഒരു സ്ഥലത്ത് ഒരു ശരാശരി എത്ര കുഞ്ഞു വെച്ചിട്ടുണ്ടാവും? ശരാശരി ഇപ്പം ഇവിടെ 1200, അതായത് 1400 സ്ക്വയർ ഫീറ്റ് ആണ് സ്ഥലം നിൽക്കുന്നത്. അതിനകത്ത് ഒരു 1200 വരെ നമുക്ക് ഇടാം. അത് ശരി. അങ്ങനെ 1000 കിടക്കുന്ന സ്ഥലം. അതായത് 1000 സ്ക്വയർ ഫീറ്റിൽ എത്ര കുഞ്ഞിന് ഇടാം? 1000 സ്ക്വയർ ഫീറ്റിൽ ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥ വെച്ച് നോക്കണമെങ്കിൽ 800 കുഞ്ഞ് ഇടാൻ പറ്റും. 800 കുഞ്ഞ്. തണുപ്പ് കാലത്ത് അത് 900-950 വരെ കുറച്ചും കൂടി ഇടാൻ പറ്റില്ലേ? ഈ ചൂട് സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പേസ് വേണം. കുഞ്ഞുങ്ങളെ കേരളത്തിൽ എവിടെ കിട്ടുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ഇവിടെ ഈ അടുത്തൊന്നും ഇല്ല. കുഞ്ഞുങ്ങളെ നിങ്ങൾ എത്തിച്ചു കൊടുക്കാം. നമ്മൾ എത്തിച്ചു കൊടുക്കാം.
അതിന് ഏജന്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിനെ വളർത്തുമ്പോൾ രാജേഷേ തുറന്ന് ചോദിച്ചോട്ടെ, ഇത് ജീവിയല്ലേ, ചിലപ്പോൾ ചത്തൊക്കെ പോയില്ലേ കുറച്ചൊക്കെ? പിന്നെ ചത്തു പോകുമല്ലോ. അതിനെന്താ നമ്മൾ ഞാൻ വളർത്തുന്ന വേറെ വാക്സിൻ അല്ലാണ്ട് വേറെ ഒരു സാധനം ഞാൻ കൊടുക്കാറില്ല. ചത്തു പോകുമ്പോൾ ഈ വളർത്തുന്നവർക്ക് ബാധ്യത വല്ലതും ഉണ്ടോ? ഇല്ല, അവർക്കൊന്നും ബാധ്യത വരത്തില്ല. നമ്മളൊന്ന് കാണിക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ. അത്രേ ചത്തുപോയതുകൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടും. പിന്നെ ചിലത് നമ്മൾ എന്തുകൊണ്ട് ചത്തുപോകുന്നു ഞങ്ങൾ കൊണ്ട് ചെക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ നോക്കാം, റെമഡിയൽ മെഷേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കും. ഉണ്ട്, അതിന് വല്ല മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തൊക്കെ നോക്കാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്നുള്ള. മറ്റുള്ള ചോദിച്ച പോയിന്റ് അതല്ല, അതിന്റെ വില വല്ലൊരു ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ 1000 കോഴിയിട്ട ഒരു ഏകദേശം ഒരു 20 വരെ പോകുന്നുള്ളത് നമുക്കറിയാം. ഈ തീറ്റക്രമം അങ്ങനെ ആദ്യം കുഞ്ഞുങ്ങളെ കൊടുക്കും, ചെറിയ ഇത് 3 ഘട്ടമായിട്ട് കൊടുക്കും. ആദ്യം നമ്മൾ കുഞ്ഞെന്ന് പറഞ്ഞാൽ 10 ദിവസത്തേക്ക് പ്രീ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. പ്രീ സ്റ്റാർട്ടർ ഐറ്റം 10 ദിവസം കൊടുക്കും. അത് നിങ്ങൾ തന്നെ എത്തിച്ചു കൊടുക്കും? നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കും. അത് ആവശ്യം പോലെ ഇട്ട് കൊടുക്കും. ഒരു കണക്ക് അല്ലല്ല, കണക്കില്ല, ആവശ്യം പോലെ 10 ദിവസം വരെ ആവശ്യം പോലെ ഉണ്ട്. 10 ദിവസം മുതൽ 25 ദിവസം വരെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. 25 മുതൽ പിന്നെ മേപ്പോട്ട് 40, 42, 45 ദിവസം വരെയാണ്. അത് നമ്മളെ ഫിനിഷർ എന്ന് പറയുന്ന ഐറ്റമാണ്. അത് വെയിറ്റ് ശരിയാണ്, വെയിറ്റ് റെഡിയാണ്. 45 ദിവസം ആകുമ്പോൾ 2 കിലോ വരെ വെയിറ്റ് ആകും. അത് കഴിയുമ്പോൾ നമ്മൾ എടുക്കും. പിന്നെ ഇവിടെ നാട്ടുകാർക്കാണെങ്കിൽ നാട്ടുകാർക്ക് നിങ്ങളെടുത്തിട്ട് കോഴി ഇവിടെ നാട്ടിൽ തന്നെ ഇറച്ചി വയ്ക്കുന്നത് വിതരണം ചെയ്യും. പുറത്തോട്ട് അടുത്തുള്ള ആളുകൾക്ക് വെച്ചിട്ട് വിതരണം ചെയ്യും ഇല്ലേ? ഇതിന് ഈ തീറ്റയും വെള്ളം അല്ലാണ്ട് വേറെ വല്ലതും കൊടുക്കും? ഹോർമോൺ കൊടുക്കും? അതൊക്കെ വെറുതെ പറയുന്നതാണ്. വെറുതെ ഞാനിപ്പോൾ ഇവിടെ തന്നെ 4 വർഷമായിട്ടുണ്ടെന്ന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ഈ വീട്ടുകാർക്ക് തന്നെ ചോദിക്കാം. ഒരു സ്ഥലത്തും അങ്ങനെ, അത് വെറുതെ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണത്. ഞാൻ കൊടുക്കുന്ന 2 വാക്സിനാണ്. ആദ്യം നമ്മൾ കൊടുക്കുന്ന ലെസോട്ടെ എന്ന് പറഞ്ഞു. എങ്ങനെ കണ്ണിലൊഴിക്കുമോ? അത് കണ്ണിലൊഴിച്ചാൽ കൊടുക്കേണ്ടത്. കണ്ണിലൊഴിച്ച് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളത് പാല് ചൂടാക്കിയിട്ട് അത് തണുപ്പിച്ച് അതിനകത്ത് ചേർത്ത് നമ്മൾ കൊടുക്കുന്നത് ആദ്യം. അത് പിന്നെ 14 ദിവസം കഴിയുമ്പോൾ IBD എന്ന് പറയുന്നത്, അത് ചുമ്മാ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കും. ഈ 2 വാക്സിൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു സാധനം കൊടുക്കുന്നില്ല. ഒരു സാധനം ആൾക്കാരെ തെറ്റിദ്ധാരണ ഒരുപാടുണ്ട്. ഹോർമോൺസ് കൊടുക്കും, അതൊക്കെ വെറുതെ പറയുന്ന. അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഞാനും കൊണ്ടുപോയി കഴിക്കുന്നതല്ലേ, ഞാനും കൊണ്ടുപോയി കഴിക്കാൻ വീട്ടുകാരെ അടുത്ത് കഴിക്കുന്നത്. തീറ്റയൊക്കെ സ്റ്റാൻഡേർഡ് കമ്പനി തീറ്റ ഇതിനകത്ത് മെയിനായിട്ട് നോക്കുന്നത് നമ്മൾ അതാണ് നോക്കുന്നത്. തീറ്റ സ്റ്റാൻഡേർഡ് കമ്പനി നോക്കി മാത്രമേ എടുക്കാവൂ. ഇപ്പം ഞാൻ കൊടുക്കുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞ ഐറ്റമാണ്. നല്ല സൂപ്പർ ഐറ്റം തീറ്റയാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം. അപ്പം എനിക്ക് തന്നെ ആലപ്പുഴ ഡിസ്ട്രിബ്യൂഷൻ തന്നെയുണ്ട്. ഒരു മാസം ഒരു 3000 ബാഗോളം ഞാൻ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ 8 സ്ഥലത്തുണ്ട്. അപ്പോൾ ഒരു 10,000-8,000 കോഴിയെങ്കിലും കാണും. 8,000 മേലുണ്ട് ഉദ്ദേശം. ഇതിന് നിങ്ങൾ എല്ലാത്തിനെയും ഒരേ ഡേറ്റിൽ എടുക്കുമോ? അല്ലല്ല, പല ഡേറ്റിലാണ് പല സമയത്ത് എടുക്കുന്നത്. അപ്പോൾ എടുക്കുന്നതിൽ വേറെ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കും. അത് എത്ര ദിവസം കഴിയുമ്പോൾ കൊടുക്കും? ഒരു 10 ദിവസം വരെ. അതിന് വളരെ കൂട് ക്ലീൻ ചെയ്യണം, അതിനുള്ള ബാക്കിയുള്ള അണുക്കളൊക്കെ നശിപ്പിക്കാനുള്ള അതിന് എന്തെങ്കിലും സ്റ്റെറിലൈസ് ചെയ്യണം. കുമ്മായാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഉടമസ്ഥൻ മേടിച്ച് ചെയ്യണം. നിങ്ങൾ കൊടുക്കും.
ഇപ്പം ഇവിടെ ഇത് വളർത്തുന്ന ആളാരാണ്? ഇപ്പോൾ അനിലെന്നും പറഞ്ഞു. അനിലുമായിട്ട് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും. അനിൽ, നമസ്കാരം. അനിലിപ്പോൾ എത്ര കൊല്ലമായി വളർത്തുന്നതിന്? 4 വർഷത്തോളം. 4 വർഷം കൊണ്ട് ഇപ്പോൾ എത്ര ബാച്ച് വളർത്തി കാണും? ഒരു 10-20 ബാച്ച്. 10-20 ബാച്ച് വളർത്തി. ഇപ്പോൾ സീനിയറായി ഇല്ലേ? ഈ ഒരു ബാച്ച് വളർത്തുമ്പോൾ ഇപ്പോൾ ഒരു ഉദ്ദേശം 1000 കോഴിയാണല്ലോ നിങ്ങൾക്ക്. ഒരു എത്ര കോഴി പോകും അതിന്? ഒരു ബാച്ചിൽ സാധാരണ 1000 കോഴിക്ക് ഒരു 10-20 എണ്ണത്തിൽ കൂടുതൽ പോകാൻ വഴിയില്ല. പിന്നെ എന്തെങ്കിലും ചൂട് മറ്റു കാരണങ്ങൾ കൊണ്ടാണ് കൂടുതൽ പോകാൻ. എന്നാലും ഇങ്ങനെ പകുതിയോ അല്ലെങ്കിൽ 100-500 ഒക്കെ അങ്ങനെ പോവുമോ? ഇല്ല, അതെന്തെങ്കിലും പിന്നെ അങ്ങനെ വരാറില്ല. അങ്ങനെ വരാറില്ല. എന്നിട്ടില്ല. അപൂർവമായിട്ടെങ്കിലും അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അനുഭവമില്ല. അങ്ങനെയൊക്കെ വല്ല ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നോട്ടക്കുറവുള്ളതുകൊണ്ട് സംഭവിക്കാം. കൃത്യമായി ഡെയിലി രാവിലെ ഇളക്കണം. ഇതിന്റെ ഇളക്കി കൊടുക്കണം. ഈ ലിറ്റർ ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ പാത്രം എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണം. എല്ലാ പാത്രവും എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണം. വാട്ടർ പാത്രം എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണം. വെളിയിൽ കളയണം. കഴിയും വെളിയിൽ കളയണം. അതൊക്കെയാണ്. എല്ലാ ദിവസവും കൃത്യമായി നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഴപ്പം പറ്റത്തില്ല. അതിന് പൊടി മറിക്കുക, അതിനുശേഷം പാത്രം ക്ലീൻ ചെയ്യണം. ഈ ടിങ്കറാണെങ്കിൽ പോലും അതിനകത്ത് കോഴി ദിവസം വെള്ളം കുടിച്ച് വരുമ്പോൾ അത് അഴുക്കാവും. അതിനകത്ത് ഈ വേസ്റ്റ് കൊടുക്കണം. ആ വേസ്റ്റ് നമ്മൾ എടുത്ത് കളയണം. എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് പിന്നെ അതിനകത്ത് അണുക്കളുണ്ട്. അത് ഉണ്ടാകാതിരിക്കാനാണ് ഡെയിലി ക്ലീൻ ചെയ്യണം. ഡെയിലി അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒരു ജോലിയാണ്. അതൊരു ജോലി. കാലത്തെ ജോലിയുണ്ട്. കാലത്തെ ഒരു മണിക്കൂർ പണിയുണ്ടാവും. പിന്നെ ഏതെങ്കിലും വല്ല വയറ്റിളക്കോ അങ്ങനെ വല്ലതും ഉണ്ടാവും? അങ്ങനെയൊന്നും പിന്നെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ചെറിയ പിന്നെ ഈ പിന്നെ ചക്കര ഒരു വിലക്ക് കൊടുത്താൽ നിൽക്കാം. അതിൻ്റെ ഒരു ചെറിയ മരുന്നാണ്. പനഞ്ചക്കരയോ തെങ്ങൻ ചക്കരയോ? പനഞ്ചക്കരയാണ്. അത് കലക്കി കൊടുക്കും. കൊച്ച വയറ്റിളക്കൊക്കെ ആണെങ്കിൽ അതിൽ മാറും അല്ലേ? പിന്നെ അല്ലേ സോഡാപ്പൊടിയൊക്കെ കൊടുക്കാം. അതൊക്കെ പിന്നെ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ടാകും സോഡാപ്പൊടിയൊക്കെ കൊടുക്കുക. ചക്കര ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാകും. ചക്കരയാണ് ഏറ്റവും നല്ലതിന്. പിന്നെ ഇവർ അതിൻ്റെ ഉപദേശം തരുമല്ലോ. അവർ ഒരുപാട് കൊല്ലമായിട്ട് ഒരുപാട് സ്ഥലത്ത് വളർത്തുന്നതല്ലേ. ഈ തീറ്റ കൊടുക്കുന്നത് അത് തിന്നുന്നിടത്തോളം തീറ്റ കൊടുക്കുകയാണോ അതെയോ അതിലൊരു ഇപ്പോൾ 1000 കോഴിക്ക് കാലാവസ്ഥ അനുസരിച്ച് തീറ്റയുടെ അളവ് കുറയ്ക്കേണ്ടതാണ്. കാരണം ഉച്ച ഈ പറഞ്ഞ നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ തന്നെ ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ 2 മണി കഴിഞ്ഞ ശേഷമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ശരി. അത് അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള സമയത്ത് നമ്മൾ എപ്പോഴും ഒരു 10 മണി വരെ രാവിലെ കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 5 മണിക്ക് ശേഷം മാത്രമേ പിന്നെ തീറ്റ കൊടുക്കൂ. അതുവരെ വെള്ളം കൊടുക്കണം. ഇപ്പോൾ ആദ്യത്തെ 10 ദിവസം പ്രീ സ്റ്റാർട്ടറാണ്. പ്രീ സ്റ്റാർട്ടർ. ആ കാലത്ത് ഈ 10 ദിവസത്തിനിടയിൽ ശരാശരി 1000 കോഴിക്ക് ഒരു ദിവസം എത്ര വേണ്ടി വരും? കണക്കുണ്ടോ? തീറ്റ നമുക്കൊരു കണക്കുണ്ട്. ഇപ്പം ഞങ്ങളുടെ കണക്കുന്നുണ്ട് 1000 കോഴിക്ക് എന്ന് പറയുമ്പം മാക്സിമം ഒരു 68 ബാഗാണ്. 68 ബാഗാണ് വേണ്ടത്. മൊത്തം 1000 കോഴിക്ക് 68 ബാഗാണ് നമ്മുടെ കണക്കിൽ വേണ്ടത്. ചിലപ്പം കുറയാം. നിങ്ങൾക്കൊരു കണക്ക് വേണമല്ലോ. ഇനി പുള്ളിയായിട്ട് നിങ്ങൾക്ക് നല്ല സൗഹൃദമാണ്. ആരെങ്കിലും രണ്ടിയാൾക്ക് തീറ്റ മാറ്റിയാൽ നിങ്ങൾ അറിയണം. നമുക്ക് ഏകദേശം അല്ല, എനിക്ക് ഫാം കൂടുതലുണ്ടായിരുന്നു. കുഴപ്പക്കാരെയൊക്കെ ഞാൻ കണ്ടു. അല്ല, അതാ പറഞ്ഞേ, നമുക്ക് വിശ്വാസമുള്ള ഞാൻ ആദ്യകാലം തുടങ്ങിയാലും തൊട്ടുള്ള ഈ കൃഷി. അപ്പൊ നിങ്ങൾക്ക് അതിലൊരു കണക്കുണ്ട്. നമുക്ക് കണക്കുണ്ടാകും. 68 ചാക്ക് തീറ്റ, 68 ബാഗാണ് നമുക്ക് വേണ്ടത്. ചിലപ്പോൾ കുറയാം. 1000 കോഴിക്ക് 64 വന്ന സമയമുണ്ട്. പക്ഷേ 72 വന്ന സമയമുണ്ട്. അത് ശരി. അതിൽ എത്ര ചാക്ക് പ്രീ സ്റ്റാർട്ടർ വരും? പ്രീ സ്റ്റാർട്ടർ വരുമ്പോഴെന്ന് പറയുമ്പം ഒരു 8 ബാഗാണ് കണക്ക്. അതായത് 1000 കോഴിക്ക് 10 ദിവസത്തേക്ക് 8 ബാഗ്. 6 മുതൽ 8 വരെ വരും. അത് കഴിഞ്ഞ് സ്റ്റാർട്ടർ എന്ന് പറയുമ്പം ഒരു 10-28 വരും അല്ലേ? 28 ചാക്ക് സ്റ്റാർട്ടർ വരും. ബാക്കി ഫിനിഷറായിട്ട് പിടിക്കുന്നുള്ള വരെ ഫിനിഷറായിട്ട് വരും. ഇപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 6 മണിക്ക് എണീറ്റൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് 1 മണിക്ക് 7 മണിയാകുമ്പോൾ പണി ചെയ്തു. എൻ്റെ പണി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ജോലിക്ക് പോകും. എന്തോരം ചെയ്യാതെ പിന്നെ വൈകിട്ട് 5 മണിക്ക് ശേഷം വന്ന് നോക്കിയാൽ മതി. കൊള്ളാം, നല്ലൊരു സൈഡ് ബിസിനസ്. കൺഗ്രാജുലേഷൻസ്.
നിങ്ങളുടെ കോഴി വളത്തിലൊക്കെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു തീർച്ചയായിട്ടും അനുകരണീയമായ ഒരു പ്രസ്ഥാനം. തീർച്ചയായിട്ടും കുടുംബനാഥന് രാവിലെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെളിയിലോട്ട് പോകുമ്പോൾ വീട്ടിലുള്ളവർക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു കാര്യം എല്ലാവർക്കും. നല്ല ലാഭമുള്ള പരിപാടിയാണ്. വളർത്തുന്നവർക്ക് നല്ല ഏറ്റവും നല്ല 1000 കോഴിയെ വളർത്തുന്ന ആൾക്ക് എന്ത് കിട്ടും? 1000 കോഴി വളർത്തുന്ന ആൾക്ക് ഇന്നത്തെ സ്ഥിതിയാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കറണ്ട് ചാർജ് എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ ശരി ഒരു 10 രൂപ 10,000 രൂപ മിച്ചമുണ്ടാവും. ഈ 40 ദിവസം കൊണ്ടുപോകും എല്ലാം കഴിഞ്ഞ്. അപ്പോൾ അതായത് കറണ്ട് പോണതും അതിൻ്റെ പണിക്കൂലിയൊക്കെ എന്ന് പറഞ്ഞാൽ വളത്തിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ വളം കൊടുക്കുമ്പോൾ കാശ് അകത്തിൽ നിന്ന് കിട്ടും പൈസ. പിന്നെ എത്രയോ ചെറുപ്പക്കാർ സ്ത്രീകൾക്കൊക്കെ ചെയ്യാവുന്ന കാര്യമല്ലേ? പിന്നെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഷൂട്ട് ചെയ്ത കോഴിയുടെ അവിടെ നിന്ന് വാരിയെടുത്ത വളമാണ്. ഇത് ആസിറ്റീസ് ഇടാം. ഇടാം. ചുവട്ടിൽ നിന്ന് 1 മീറ്റർ മാറ്റി. ഇത് എന്ത് വിലക്കാണ് കിട്ടുന്നത്? ഇത് നമുക്ക് അവിടെ നിന്ന് വാരിയെടുക്കുമ്പോൾ 50 രൂപ. നമ്മൾ പുറത്ത് വാങ്ങിക്കുമ്പോൾ 70 രൂപ കൊടുക്കണം. ഒരു ബാഗിന് കൊടുക്കണം. 50 കിലോ കണക്കാക്കി എടുത്താൽ 50 കിലോ കണക്കാക്കി എടുത്താൽ 50 രൂപ. അതെ. ഇത് അച്ഛനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇത് അമ്മ രമണി. ഇത് ഭാര്യ ജിഷ. ഇത് മൂത്താള് അരവിന്ദ്. ഇവരല്ലേ അവിടെ സ്റ്റോറിൽ മുതലാളിയായിട്ടിരുന്നിരുന്നത് ഇപ്പോൾ. ഇത് രണ്ടാമത്തെ ഇളയാള് ഹരിചന്ദ്. ഇത് ചേട്ടൻ്റെ മോൻ. മോൻ്റെ പേരെന്താ? ഹബി. മിടുക്കൻ കേട്ടോ. ഇവരുടെ എല്ലാവരും പ്രോത്സാഹനമാണ്. ഫീൽഡിലേക്ക് സപ്പോർട്ട് അപ്പോഴല്ലേ ഒരു ഹാപ്പി ഫാമിലി ആവുള്ളൂ. അത് സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഏതായാലും രാജേഷിൻ്റെ ആക്ടിവിറ്റീസ് ഞങ്ങൾ കണ്ടു. അപ്പോൾ നല്ലൊരു സമർത്ഥനായ ചെറുപ്പക്കാരൻ എന്ന് പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. ഞങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും. ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കോഴി വളർത്തലിനെ സംബന്ധിച്ച സംശയങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.